പടം ഒരു വെറൈറ്റി വൈബാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ട്രെയിലർ കണ്ട പോലെ 2 കാലഘട്ടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്തിരിക്കുന്ന എല്ലാവരും അടിപൊളിയാണ്. പക്ഷേ ധർമ്മജൻ ഗംഭീരമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ധർമ്മജൻ അതുപോലെ തന്നെ വിനായകൻ വരുന്ന സീനുകളിലൊക്കെ ഒരു വേറെ ലെവൽ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം കോമഡികളും രസകരമായിട്ട് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോൾ ധർമ്മജൻ തന്നെയാണ്. പിന്നെ ഷാജി പാപ്പൻ്റെ 2 കാലഘട്ടത്തിൽ കാണിക്കുന്നുണ്ട്. പഴയ കാലത്തുള്ള ഒരു രാജാവായിട്ടും അതിനുശേഷം ഈ ഒരു ഗെറ്റപ്പ് ചേഞ്ച് അങ്ങനെ ആ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് പോകാനുള്ള ഒരു എനർജി എന്ന രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത്. എല്ലാവരുടെ ഇൻട്രോയും അതുപോലെ തന്നെ സോങ്ങൊക്കെ ആയിട്ട് കളർഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫസ്റ്റിലും സെക്കൻഡിലും പോലെ മണ്ടത്തരങ്ങൾക്ക് യാതൊരു കുറവില്ല. അത് മണ്ടത്തരമാണ്. ഭയങ്കര മാസമായിട്ട് വന്ന് അത് മണ്ടത്തരമായി അവസാനിക്കുന്ന ആ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രൊഡക്ഷൻ ക്വാളിറ്റി എടുത്തു പറയേണ്ടതാണ്. 2 കാലഘട്ടം കാണിക്കുമ്പോഴും ആ ഒരു സെറ്റ് ഇട്ടതാണെങ്കിലും എന്താണെങ്കിലും അതൊന്നും ഫീൽ ചെയ്യാത്ത രീതിയിൽ വളരെ ഗ്രാൻഡ് ആയിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്തത്. പണം ഇറക്കിയത് ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ അറിയാറുണ്ട്. എല്ലാം കൊണ്ട് ഒരു തിയേറ്റർ വാച്ചിനുള്ള എല്ലാ സ്റ്റഫും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഷാൻഡർമാൻ അതേപോലെ പിടച്ചു വിട്ടിട്ടുണ്ട്. ഒരു തിയേറ്റർ ഓളത്തിനുള്ള എല്ലാ സംഭവങ്ങളും അടങ്ങിയ ഒരു സിനിമയായിട്ട് തന്നെ സിനിമ വന്നിട്ടുണ്ട്. ആട് 3 എന്തായാലും ഇതൊരു ത്രൂ ഔട്ട് കോമഡി പടമാണ്. കാരണം ഇത് വേറെ ഒരു രീതിക്കാണ് മേക്കിംഗ് രീതി ഭയങ്കര ബെറ്ററായിട്ട് പോയിട്ടുണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്നത് രാജാക്കന്മാർ മണ്ടന്മാരായിട്ടുള്ള കുറേ രാജാക്കന്മാരെയാണ്. ആട് ഫസ്റ്റും സെക്കൻഡും പോലെയല്ല. ഇതൊരു ടൈം ട്രാവൽ അങ്ങനെ ഒരു പീരീഡിൽ പോകുന്ന ഒരു പടമാണ്. പടം കുഴപ്പമില്ല, ചിരിക്കാനുണ്ട്. ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ എല്ലാം ഉണ്ട്. ധർമ്മജനും വിനായകൻ കണ്ട ഒരേപോലെയൊക്കെയുണ്ട്. സർബത്ത് സമീർ അടുത്തുണ്ട്. പടം ആട് വന്നേക്കാളും ബെസ്റ്റാണ്. ആട് തൂണ്ട അത്രയും വന്നില്ല, ഫസ്റ്റ് ഹാഫാണ്. സർബത്ത് സമീർ അടുത്തുണ്ട്. പിന്നെ ഷാജി പാപ്പൻ ക്ലീശയാണ്. നേരത്തെ കാണിക്കുന്ന ഷാജി പാപ്പനെ തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും. അല്ല, രൂപയിലാണ് ചിലവാക്കിയിട്ടുണ്ട്. എന്തായാലും പ്രൊഡ്യൂസറിന് മുതലാക്കി കാശ് കിട്ടും. ആദ്യം ഒരു റിപ്പീറ്റൊക്കെ പോലെ തോന്നിയായിരുന്നു എനിക്ക് അത് ആദ്യമേ. പക്ഷേ അത് ആ വിൻറ്റേജ് ലുക്കിൽ വന്നപ്പോഴത്തേക്കും സംഗതി കളം മാറി. അത് നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. തമാശയൊക്കെ നന്നായിട്ട് നമ്മുടെ വിനായകനും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഒന്നാം വെച്ചാൽ പയ്യെ പടം ഒരു സ്ലോ ആണെങ്കിലും പടം നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഇപ്പം ഒരു ഇൻ്റർവൽ എടുക്കാറായപ്പോഴത്തേക്കും വിൻറ്റേജ് നന്നായിട്ടുണ്ട്. വിൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രസൻ്റ് ആ കാലമാണ് അത്ര ഒരു തമാശ കേൾക്കാതെ പോയത്. വിൻറ്റേജ് വന്നപ്പോഴത്തേക്കും സംഗതി ഏറ്റു. അത് കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, തകർക്കും. നമ്മുടെ മിഥുൻ മാനുവൽ തോമസിൻ്റെ 3ാം ഭാഗം ആട് 3യുടെ വമ്പം പ്രതികരണമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ എല്ലാവരും തകർത്ത് അഭിനയിച്ച സംഭവമാണ്. കൂടെ ഞാനും എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് എന്താ ഫ്രെയിമുകളൊക്കെ അറിയോ. ഞങ്ങൾ വർക്ക് ചെയ്ത പടം എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. പക്ഷെ നന്നായിട്ട് അത്രയും എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ജയസൂര്യക്കൊക്കെ ഇത്രയും ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ടാവും ഒരു പടത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മറ്റേ പടത്തിൻ്റെ ഈ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റും ഡേ ഒക്കെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. എൻ്റെ പെർഫോമൻസ് കൊണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമ്മൾ വെറുതെ പറയല്ല, നമ്മൾ വിനായകൻ ചേട്ടനൊക്കെ നമ്മൾ കൈയെടുത്ത് തൊഴണം. ഓരോ സീനിനും ഓരോരോ മുഖമാണ് മൂപ്പര്. വിൻറ്റേജ് സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ രോമാഞ്ചാണ്. സത്യം പറഞ്ഞാൽ കയറി വരുന്നില്ല. എന്താണെന്ന് അറിയില്ല കേട്ടോ. ജയസൂര്യ ഷാജി പാപ്പനായിട്ട് നമ്മൾ ഈ 3ാം ഭാഗമൊക്കെ നമ്മൾ ഇത്രയും തകർത്ത് പെർഫോമൻസ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മളൊരു വർക്ക് ചെയ്തൊരു കമ്പനിയും കൂടിയാണ് അത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട്. സിനിമ റഫീഖ്